കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയാണ് നമ്മള്. വെള്ളച്ചാട്ടത്തിന്റെ കുറച്ചുകൂടെ അടുത്തൊക്കെയായിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും നമ്മളത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പ്രകൃതി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. കാരണം പ്രകൃതി വികൃതി എന്നൊക്കെ പറയാറുണ്ട്. ഇത് വികൃതിയല്ല. നമ്മളെപ്പോഴും പറയും പ്രകൃതിനെ കുറ്റം പറയുക, പ്രകൃതിയുടെ വികൃതികൾ എന്നൊക്കെ പറയും. ഇത് പ്രകൃതിയുടെ വികൃതി എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണിത്. നമ്മൾ പലപ്പോഴും പ്രകൃതിനെ കുറ്റം പറയാണ് ചെയ്യാറ്. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോ കളകളാരവങ്ങൾ മുഴക്കിയിട്ടുള്ള ശബ്ദം കേൾക്കല്ലേ, എന്താ രസം അല്ല. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാലോ ഞാൻ നോക്കണം. വീട്ടിൽ പോയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ കുടിൽ കെട്ടിട്ട് താമസിക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കണ്ട്. പക്ഷെ നടക്കില്ല, അതിന് സമ്മതിക്കില്ല എന്നുകൊണ്ട്. നമ്മൾ മുകളിൽ കണ്ടു കഴിഞ്ഞു. ഇനി താഴത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ ഇപ്പോ നല്ല കല്ലുകളൊക്കെ ഉണ്ട്. കാലുമ്പ് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് ഇറങ്ങി പോകണം. കാരണം വെച്ചാൽ എന്തായാലും ഇവിടെ വന്നില്ലേ, അപ്പോ കാശ് മുതലാക്കണ്ട. അവിടെ ചെന്നിട്ട് വേറെ പ്രത്യേകിച്ച് വലിയ കുറിച്ചുകളൊന്നും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കല്യാണം കഴിക്കാത്ത കാരണം ഇപ്പൊ അവിടെ ചെന്നിട്ട് വേറെ പ്രത്യേകിച്ച് എന്തായാലും നോക്കണ്ടേ. എല്ലാവരും സഹകരിക്കണം. ഓക്കെ, കൂട്ടിക്കൊണ്ടു പോയി നമുക്ക് വിഷയമില്ല. എന്തിനാ പിന്നെ ഒരു പുൽക്കുടിയിറക്കും